ഹലോ. അപ്പോൾ ഇന്നൊരു ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചൊരു ഇയറിംഗ് കണ്ടാലോ? അത് വെച്ചിട്ടുള്ള വേറൊരു മോഡൽ ഞാൻ ഓൾറെഡി ഇപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ബോക്സ് കണ്ടിട്ടില്ലായിരുന്നു ചേച്ചി. ഇതെവിടെന്നാ ചേച്ചി ഈ ബോക്സ്? സംഭവം എൻ്റെ അണ്ടിപ്പരിപ്പും ബദാമും പപ്പയ്ക്ക് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ അതിൽ കിട്ടിയ ബോക്സാണ്. നമ്മൾ ജ്വല്ലറിൻ്റെ ആൾക്കാർക്ക് ഓരോന്ന് വെക്കേണ്ട, അതുകൊണ്ട് ഞാൻ ഈ ബോക്സ് അങ്ങോട്ട് തട്ടിയെടുത്തു. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സ്റ്റാൻഡ്. അതും അവന്മാർ പൊട്ടിച്ചു. ഇനി ഞാൻ എന്ത് വെച്ച് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. 1000 രൂപയുടെ സ്റ്റാൻഡ് ഓൾറെഡി പൊട്ടിച്ച്. എന്നിട്ടാണ് മീഷോന്ന് വില കുറഞ്ഞൊരു സ്റ്റാൻഡ് ഞാൻ വാങ്ങിച്ചത്. അതും താഴത്തിട്ട് പൊട്ടിച്ച്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, തൽക്കാലം ഇവരുടെ സ്റ്റഡി ടേബിൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഞാൻ ഇതിപ്പോൾ ബ്ലൂ ക്രിസ്റ്റൽ ബീഡ്സ് ആയിട്ട് എടുത്തേക്കണത്. നമുക്ക് ജസ്റ്റ് ഇത്രയും കട്ടിയുള്ളൊരു വയർ വേണം, എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഗിയർ വയറൊക്കെ എടുക്കുകയാണെങ്കിൽ വേഗം ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നിമാറും. ഇത് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു വിധത്തിലൊക്കെയാണ് ഞാൻ ഒരു വിധത്തിൽ ഷേപ്പാക്കി എടുത്തത്. ഇതിന് മുന്നേ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് വെച്ചാൽ ഒരു പാമ്പിൻ്റെ ഇതിൽ ചുറ്റെടുത്തൊരു കമ്മലാണ്. ഇതെന്ന് വെച്ചാൽ ജസ്റ്റ് റൗണ്ടല്ല, ഒരു ഓവൽ ഷേപ്പ് പോലത്തെ ഇതിൽ റൗണ്ടൊന്നും എനിക്ക് ചുറ്റാൻ പറ്റിയില്ല. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ കലാപരിപാടികൾ ഒപ്പിക്കുകയാണ്. ആദ്യം വലിയൊരു കമ്പി എടുക്കുക, അതിൻ്റെ അറ്റഭാഗം ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക, അതിലേക്ക് നമുക്ക് ആവശ്യമായ ബീഡ്സ് എടുക്കുക. ഐ തിങ്ക് ഞാനൊരു 10 ബീഡ്സ് ക്രിസ്റ്റൽ ബീഡ്സാണ് ഇട്ട് കാണേണ്ട. അത് ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് രണ്ട് ഞാൻ ഒരേ സൈസിൽ തന്നെ ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് അത് ജസ്റ്റ് നമ്മുടെ റൗണ്ട് ഹുക്കിലൊന്നും ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് അത് മാത്രമായി ഒരു ഭംഗിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ സെൻറ്ററിൽ 2 ബീഡ്സ് വെച്ച് ചെയ്യാമെന്ന്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ ബീഡ്സ് ഇടാനുള്ള കമ്പീന് എന്തൊരു പേര് പറയും, എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അതെനിക്കില്ലാത്ത കാരണം ഞാൻ ഗിയർ വയർ ഉപയോഗിച്ചിട്ട് പിന്നെ ഞാനത് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ആദ്യം ഇത് വെച്ച് ബീഡ്സൊക്കെ വെച്ച് നീളനെ കൊടുക്കാമെന്ന് വെച്ചപ്പോൾ ഒരു ലോക്കൽ ലുക്ക്. അപ്പോൾ ഞാൻ അത് വിചാരിച്ചു അത് വേണ്ട, അത് റെഡി ആവില്ല. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റിക്കളഞ്ഞ് പക്ഷേ ഞാൻ ഒരു വിധത്തിൽ അത് വെച്ചെങ്കിലും എനിക്കത് ഭംഗി തോന്നാത്ത കാരണമാണ് ഞാൻ ആ ഡിസൈൻ മാറ്റി ഈ ഡിസൈനിലേക്ക് കൺവേർട്ട് ചെയ്തത്. അതിൻ്റെ ഇടയിൽ എന്തോ പറയാൻ വന്നതാണ്, ഞാൻ മറന്നുപോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് ടീം ടു ഓർഡർ. നമുക്ക് ക്രിസ്മസിന് ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് ഇതുപോലത്തെ സ്മോൾ കമ്മലുകളൊക്കെ ഭയങ്കര രസമായിരിക്കും കേട്ടോ. അതായത് ക്രിസ്മസ് തീമിലാണെങ്കിലും നമുക്കിങ്ങനെ ഏത് കളർ മാച്ചിന് ഏത് ഡ്രസ്സിന് മാച്ചിനായാലും പല പാറ്റേൺസിൽ നമ്മളിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ അഗെയിൻ ഐ സേ, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് ടീം ടു ഓർഡർ. പിന്നെ കമൻറ്റുകൾ എന്തും പോരട്ടെ, ഭംഗിയുണ്ടെങ്കിൽ ഭംഗിയില്ലെന്നും ഭംഗിയില്ലെങ്കിൽ ഭംഗിയുണ്ടെന്നും അങ്ങനെ പറഞ്ഞു പോകും. അപ്പം ടാ.